ഇന്ത്യ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്. ആദ്യത്തെ ദിവസം എൻ്റെ പ്രസ് കോൺഫറൻസ് നോക്കൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഒരു ഗവൺമെന്റ് ഓഫീസറോ ഒരു ചെറിയൊരു ഓഫീസർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. 4.5 കിലോ സ്വർണം, ശബരിമല ഒരു പുണ്യ സ്ഥലത്ത് നിന്ന് 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യാൻ ധൈര്യം മാത്രം പോരാ, അതിനൊരു സഹായിക്കാൻ ഒരു ഇക്കോസിസ്റ്റം വേണം. അപ്പൊ ആരാണ് സഹായിച്ചത്? ആരാണ് പ്രോത്സാഹിച്ചത്? ഇത് പത്മകുമാറാണോ, വാസുവാണോ, പോറ്റിയാണോ? അല്ല. അതിന്റെ പിന്നിൽ ആരാണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇതെല്ലാം നമ്മുടെ ഒരു അവകാശമല്ലേ? നമ്മളെ പുണ്യസ്ഥലത്തിന് ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ ആര് ചെയ്തു, അവരുടെ പിന്നിൽ ആരായിരുന്നു നമ്മൾ ചോദിക്കാൻ നമ്മളുടെ അവകാശമല്ലേ? കണ്ടുപിടിക്കാൻ നമ്മളുടെ ഒരു റൈറ്റ് അല്ലേ? അപ്പോൾ ഇത് ഒരു 30 ദിവസമായിട്ട് ഇവിടെ ഒരു നാടകമായിരുന്നു. ആദ്യം പറഞ്ഞൊരു വീഴ്ച. എങ്ങനെയാണ് ഇത് വീഴ്ച? ഇത് വീഴ്ചയാണോ? അപ്പൊ ഞാൻ ആരെങ്കിലും വീട്ടിൽ കയറി അവരുടെ സ്വർണം എടുത്താൽ അതൊരു വീഴ്ചയാണോ, ക്രൈമാണോ? അപ്പൊ CPM ചെയ്യുന്ന കൊള്ളയും CPM ചെയ്യുന്ന ഉപദ്രവവും CPM ചെയ്യുന്ന ദ്രോഹം ഒരു വീഴ്ച, മറ്റൊരു ചെയ്യുന്ന എല്ലാം ക്രൈം അല്ല. അങ്ങനെ നടക്കില്ല. ഇവിടെ എല്ലാവർക്കും ഏത് സർക്കാരിൽ ഏത് ഉദ്യോഗസ്ഥനാണോ ഏത് മന്ത്രിയാണെങ്കിൽ ലോ ഒരേ സമ്മാനം ലോ അപ്ലൈ ചെയ്യും. നമ്മുടെ മുഖ്യമന്ത്രിയാണ് 2015 പറഞ്ഞത്, സർക്കാരിൽ ഇരിക്കുമ്പോൾ ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും ഉണ്ടാവണം. അഴിമതി ചെയ്താൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ഇതാര് പറഞ്ഞു? അന്ന് പ്രതിപക്ഷ പാർട്ടിയിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻജി. അപ്പൊ ഇന്ന് മുഖ്യമന്ത്രി ആവുമ്പോൾ ഇതെല്ലാം മറന്നോ? ഞങ്ങൾ അത് സമ്മതിക്കില്ല. അത് ഓർമ്മ ചെയ്യണം, ഓർമ്മിപ്പിക്കണം, രാജിവെക്കണം, വാസവൻ രാജിവെക്കണം എന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നതാണ്. ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം. എന്നിട്ട് വിശ്വാസികളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളോട് പറയാം. മുഖ്യമന്ത്രി എന്നെ വിളിക്കണം, എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് അദ്ദേഹത്തിനോട്, എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾക്കിത് കഴിയുന്നില്ല, നരേന്ദ്രമോദിജി സർക്കാരോട് പറയൂ. വിശ്വാസികൾ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിശ്വാസികൾ, കേരളത്തിൽ നിന്ന് പോകുന്ന വിശ്വാസികൾ, കർണാടകയിൽ നിന്ന് വരുന്ന വിശ്വാസികൾ, ഞങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ നരേന്ദ്രമോദിജി ഒന്നോട് പറയൂ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്.